കേരളത്തെ കത്തിജ്വലിപ്പിച്ച സോളാർ കേസിൽ ഒരു തീരുമാനമാകുന്നു. കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായിക്ക് മുന്നിലേക്ക് റിപ്പോർട്ടുമായി എത്തുകയാണ്. കമ്മീഷന് മുന്നിൽ ഹാജരായി രാപ്പകൽ വെള്ളം കുടിച്ച ഉമ്മൻ വീണ്ടും വെള്ളം കുടിക്കുമോ? സരിതയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമോ? ആശീർവാദം കിട്ടാനായും കറണ്ടടിപ്പിക്കാനും സരിതയുടെ പിന്നാലെ നടന്ന കോൺഗ്രസ്സുകാരൊക്കെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുമോ? എണ്ണിയാൽ തീരാത്ത സംഭവബഹുലമായ റിപ്പോർട്ടിനായി കണ്ണിമ വെട്ടാതെ കാത്തിരുന്നുകൊണ്ട് ഇന്നത്തെ കോലാഹലങ്ങൾ ആരംഭിക്കട്ടെ. ചെറു കമ്പനികളെ വിട്ട് പിണറായി വൻ കമ്പനികളുമായി കൈകോർത്തു. ഇപ്പോൾ കൂട്ട് ഷാർജ ഷേഖുമായി. കേരളത്തിലെത്തിയ ഷേഖ് വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നമ്മളെ എഴുതി കൊടുത്താണ്. അറബിയില് നന്നായിട്ടുണ്ട്. അറബീനെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണോ? ബഹുമാനപ്പെട്ട ഷേഖ് ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു. This is ഹാജിയ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈനക്കാട് പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും അസ്സലാമു അലൈക്കും. കേരളത്തിലും എണ്ണ കുഴിക്കാമെന്ന് ഷെയ്ഖിന്റെ കണ്ടെത്തൽ നിലമറന്ന സന്തോഷത്തിൽ പിണറായി മുഖ്യൻ. കമല മസൂസ് മുബാറക് കൊള്ളാം. അറബിയുടെ വായനും കൂടി തെറിയെ കണ്ടായിരുന്നുള്ളൂ. തികഞ്ഞ് അജയരെ, അയാളിപ്പോ എന്താ പറഞ്ഞത്? മുതലാളിനെ പടച്ചോൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. കുട്ടനാടൻ ചാണ്ടി മന്ത്രിയായതോടെ ആലപ്പുഴ ലോകപ്രശസ്തമായി. നാണക്കേട് മാറ്റാൻ ഒത്തുചേർന്ന നഗരസഭാ യോഗം അടിച്ചു പിരിഞ്ഞു. സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ഇവിടെ കളിയാടുന്നത്. ഉറപ്പിന്റെ ഏറാൻ മുഴകൾക്ക് മാത്രമേ ഈ പഞ്ചായത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമായിരുന്ന പല സമയങ്ങളിലും ഇദ്ദേഹം രായ്ക്ക് രാമാനം തലസ്ഥാനത്തേക്ക് രഹസ്യയാത്ര നടത്തി എന്തിനാണെന്ന് അറിയാനുള്ള അവകാശം ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ട്. ഏറ്റവും ഒടുവിൽ നടത്തിയ യാത്രയിൽ ധനാഢ്യനായ ഒരു കോൺട്രാക്ടറുടെ മകനും കൂടെ ഉണ്ടായിരുന്നുള്ളതിന് അസന്നിഗ്ധമായ തെളിവുകളുണ്ട്. വേങ്ങരയിൽ ഖാദർ കമ്പനിയെ തറപറ്റിക്കാൻ അരയും തലയും മുറുക്കി ഇടതന്മാർ. തുറുപ്പ് ചീട്ടുമായി മണിയാശാനെ ഇറക്കി. മുഖ്യമന്ത്രിയായതിനു ശേഷം വലിയ വലിയ പുള്ളികളുമായി കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് പരസ്യമാക്കിയ പിണറായി മുഖ്യൻ്റെ ഇപ്പോഴത്തെ കളി വലിയ കളിയാണ്. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുമായിട്ടാണ് ഇപ്പോഴത്തെ ചങ്ങാത്തം. ആ പേരുകൾ കേട്ടിട്ട് അവിടെയുള്ള ഒരുപാട് രാജാക്കന്മാരുമായി പിണറായിക്ക് കമ്പനി ഉണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നേരത്തെ പറഞ്ഞത് ഒരാളുടെ പേരാണ്. അച്ഛൻ അപ്പൂപ്പന്മാരിലൂടെ ഭരണം ഇങ്ങനെ വീതിച്ചു പോരുമ്പോൾ മുൻപുള്ളവരെ പേരും ചേർത്താണ് അവിടെ പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷെയ്ഖ് ഇതാ എത്തി. ഇവിടെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതാണ് അദ്ദേഹത്തിന്. ഷെയ്ഖ്
അറബി പുലിമുരുകനാ. എന്നാലും അത് എന്നേരം കൊടുക്കണ്ട, കണ്ട കുഴപ്പ. Excuse me, sir. You're sitting in the wrong seat. Your seat is 2A. എവിടെ ഇരുന്നാലും എന്താണ് ബ്രോ, ഇവിടെ ഒന്നും ആരും വരുന്നില്ല. ഡോണ്ട് കെയിം. He has come, sir. The royal sheikh is here. ആര്? ഷെയ്ക്ക? Yes, sir. His Highness Sheikh Sultan Hamad bin Saud bin Khalifa bin Jasim Mohammed Al Thani. ഇത്രയും പേര് ഈ ഒരു സീറ്റിലാണ്. അത് ഒരാളാണ് സർ. റൂളിംഗ് ഫാമിലിയിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെയാ. വിളിക്കാൻ പ്ലീസ് ഒന്ന് മാറിയിരിക്കൂ. അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവാ. ഞങ്ങളുടെ ജോലി വരെ പോകും. പിണറായിക്കൊപ്പം ആഗതനായ ഷെയ്ഖിന് ഇവിടെ നിറയെ പരിപാടികളാണ്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഷെയ്ഖിൻ്റെ സാന്നിധ്യം അറിയിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിലൂടെ രണ്ടു പേർക്കും ഗുണമുണ്ട്. പിന്നെ ഗുണം വരുന്ന പശ്ചാത്തലം വികസിപ്പിക്കുന്ന എല്ലാ പരിപാടിക്കും സർക്കാർ ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഖത്തർ സുൽത്താൻ ഷെയ്ഖ് അഹമ്മദ് അവറുകൾ മൈനക്കാട് ഭൗതിക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് സംഭാവന ചെയ്യുന്ന ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും ക്ഷണിക്കുന്നു. താങ്ക് യു. എനി ടൈം. ജസ്റ്റ് മിസ്സായി. അതെ, ഭാഗ്യം വീണില്ല. കിട്ടാണ്ട് മിസ്സായതാ മൂപ്പര് ഉദ്ദേശിച്ചത്. ഇല്ല അറബിയെ അഹലൻ വാ സഹലൻ വാ. അയ്യോ വായില്ല. നമ്മളെ എഴുതി കൊടുത്താണ് ഓ, അറബിയില്. നന്നായിട്ടുണ്ട്. അറബീനെ നമ്മളൊന്ന് പരിചയപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഷേഖ് അല്ലൽ. ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു. This is ഹാജിയ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈനക്കാട് പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇനി പുനരുദ്ധാരണത്തിന്റെ ആദ്യത്തെ സംഭാവന നൽകുന്നത് നമ്മുടെ സ്വന്തം ഷേഖാണ്. അത് സ്വീകരിക്കാനായിട്ട് വെളിച്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു. What part? ലൈറ്റ് മാർക്ക് ഷെയ്ഖോ. ഈ ചെക്ക് കൊണ്ട് എന്താ നടക്കുവോ? ഈ ചെക്കും കൊണ്ട് അവൻ കുറേ നടക്കും. ഷേഖ്, 2 words speak please. ഷെയ്ക്കിന് നടക്കാൻ ഈ സ്റ്റേജ് ഒന്നും പോരാതുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. കല ഉടച്ച് ഓടിയാലോ?
How is my Malayalam? Suku, my boy. Suku village, my village. Royal family, Adot. This village. What's the name of the village? മൈനക്കാട് മൈനക്കാട് Mayaragad. Allah. അറബിക്ക് അക്ഷരം തെറ്റിയില്ലല്ലോ. IT Park, shopping mall, Magic Garden. This village, Mayaragad, will be the best village of Kerala. Inshallah, I invest. Suku, 1, കുടിക്കോ 2, 3. Suku, my boy, I invest 50 crores here. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൂടിക്കാഴ്ചകളും വിരുന്നുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഷെയ്ഖ് ആ സംഭവം കണ്ടെത്തിയത്. പിണറായി ഭരിക്കും കേരള മഹാരാജ്യത്തും അറബ് രാജ്യത്തെന്നതുപോലെ ഭൂമിക്കടിയിൽ എണ്ണയുണ്ടെന്ന സത്യം. കമല, മസൂസ് മുബാറക്. കൊള്ളാം. അറബിയുടെ വായനും കൂടി തെറിയേക്കാണ്ടായിരുന്നുള്ളൂ. തികഞ്ഞ്. അജയരെ അയാളിപ്പോ എന്താ പറഞ്ഞത്? മുതലാളിനെ പടച്ചോൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അനുഗ്രഹം ഉണ്ടെന്നു? ആ എന്തിന്? അറബിയുടെ കയ്യിലിരിക്കുന്ന ആ കുന്ത്രാണ്ടം ഉണ്ടല്ലോ, അത് എണ്ണ കണ്ടുപിടിക്കുന്ന ഒരു സുനയാണ്. എണ്ണ കണ്ടുപിടിക്കണ സാധനം? നമ്മളെ നാട്ടിലൊക്കെ വെള്ളം കണ്ടുപിടിക്കുന്ന ബടി കൊണ്ടല്ലേ, അറബികൾക്ക് അതൊരു ഉണ്ടയാണ്. ശരിയാ, എല്ലാ അറബിയുടെ ഒരു ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അവര് നടക്കണത്. അതാണല്ലോ അവരെ പണി. നീ കണ്ടിട്ടുണ്ടോ? ഒരു മിന്നായം പോലെ. മുതലാളി ഇനി സംശയിക്കണ്ട, കുടിച്ചോ. കുഴിക്കാനോ? എന്തിനാ? മുതലാളി ഈ പറമ്പിൽ എണ്ണയുണ്ടെന്ന്. എണ്ണ. എണ്ണയോ? ഓ, എന്റെ ഭഗവതി. മുതലാളി കയ്യറാ. ഈ വിവരം അറിഞ്ഞപ്പോ തൊട്ട് സുഖ ഒട്ടുക്ക തുടക്കില്ലെന്നാ പറഞ്ഞത്. നീ അങ്ങനെ ഷേക്കിനെ കുളിപ്പിച്ച് കിടത്തൊന്നും വേണ്ട. മൈ ഓയിൽ, മൈ വൈഫ് ഓയിൽ, മൈ കുട്ടി ഓയിൽ. ഇത് എനിക്ക് അവകാശപ്പെട്ട പുറപ്പാണ്. ഇതിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് തന്നെ. ഷേക്കേ, മുഴുവൻ എണ്ണ സ്ലിപ്പാവും. ഇതിന്റെ സകല അധികാരവും സകല പേപ്പറും എല്ലാം എന്റെ കയ്യിലാ ഉള്ളത്. എന്റെ കയ്യിലാ. എന്റെ അച്ഛന്മാരായിട്ട് സമ്പാദിച്ചേക്കണം. ഷേക്കേ, എന്നിട്ട് ഓടിപ്പിക്കല്ലേ. ഷേക്കേ ഷേക്കേ, ഇവിടെ എണ്ണയുണ്ടോ? പെട്രോൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഫ്രുഹുൻ. ഇവിടെ അയാൾ സദ്യ ഉണ്ടാൻ പോവാ. മറികടാ. ഒരാളെ പോലും ഇനി എന്റെ എണ്ണപ്പാടത്ത് നിൽക്കാൻ പോലും സമ്മതിക്കില്ല. 100 മില്ലി എണ്ണ പോലും ഞാൻ ആർക്കും കൊടുക്കത്തുമില്ല. എന്റെ എണ്ണച്ച അച്ഛൻ വലിയവനാച്ച. എന്റെ പൊന്ന് കമലൻ ചേട്ടാ, ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാനല്ല പറഞ്ഞു, പിന്നെ കുയിക്കാനാ പറഞ്ഞത്. കുഴി മുതലാളി ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ മുതലാളിയുടെ അച്ഛന്റെ തല. കിട്ടാൻ പോണത് എണ്ണയാണ്. അത് വേണം, നിങ്ങൾ അച്ഛന്റെ തല വേണം. അങ്ങനെ എണ്ണ കിട്ടിക്കഴിഞ്ഞാ മുതലാളി കേരള അംബാനി മാത്രമല്ല, കേരള അറബി കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണപ്പാടമുള്ള ഒരേ ഒരു മുതലാളി എന്റെ മുതലാളി. സതീഷ വിളിക്കണ JCB. ഓക്കെ മുതലാളി. അത്രയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് കേരളമായാലും നിധിയുണ്ടെങ്കിൽ അത് കൈയടക്കാൻ എവിടെയും കുഴിക്കാൻ പിണറായി സർക്കാർ മടിക്കില്ല എന്നതിൻ്റെ സൂചകം മാത്രമാണിത്. മാഫി മുഷ്കിൽ, മാഫി ഫിലൂസ്. ഇനി ഇടവേളയാണ്. തിരിച്ചു വരുമ്പോൾ ആലപ്പുഴയിലെ അടി.